ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എല്ലാവരും വിഷു ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ സാധാരണ വിഷു ആഘോഷിക്കാറില്ല, ഈസ്റ്റർ അങ്ങനെ ആഘോഷിക്കാറില്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ചെറിയൊരു ആഘോഷമൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. വിഷു നമ്മളൊന്നെങ്കിൽ പള്ളിയറയിൽ പോയിട്ട് നന്നായിട്ട് ആഘോഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും കണിയൊക്കെ വെച്ച് നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. ഈ ഒരു വർഷം നമുക്ക് വിഷു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഒരു സാഹചര്യം അത് ആഘോഷിക്കാൻ പറ്റിയതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പറമ്പിൽ നമുക്ക് തോട്ടങ്ങളെടുത്തിരുന്ന് കുരുമുളക് പറിക്കാനായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പോയ വണ്ടിയൊന്നും മാറലുണ്ടായിരുന്നു. അതിൽ ആർക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അച്ചയ്ക്കാണെങ്കിൽ ചെറിയൊരു കൈ മുറിവ്, ചേച്ചിക്ക് നമുക്ക് കുരുമുളക് പറിക്കാൻ വന്നൊരു ചേച്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് വീണിട്ട് വാരിയിൽ 2-3 പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അത് വിഷുവിൻ്റെ അടുപ്പിച്ച സമയത്തായിരുന്നു. നമുക്ക് പിന്നെ വിഷു ആഘോഷിക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകും. നമുക്ക് പണിക്ക് വന്ന ചേച്ചിയായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ വിഷുവിൻ്റെ അന്നാണെങ്കിലും പിള്ളേർക്ക് 2 പേർക്ക് നല്ല കഫക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. തനുവിനും കഫക്കെട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും കൂടുതൽ കുഞ്ഞിനായിരുന്നു കേട്ടോ, ഋഷിക്കായിരുന്നു. അപ്പം അവൻ കുഞ്ഞായതുകൊണ്ട് 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോയേക്കുന്നതുകൊണ്ട്. നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിനും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ മദർ കെയർ അവിടെ കൊണ്ടുപോയിട്ടാട്ടോ കാണിച്ചത്. ആ ചേച്ചി അവിടെ അഡ്മിറ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ചേച്ചി ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ റെസ്റ്റ് വേണം, ചെറിയൊരു ക്രാക്കേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം ചേച്ചി. പിന്നെ ഇതാ വീണ്ടും കുരുമുളക് പറിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ നാൾ ഗ്യാപ്പായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെറിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല, എടുത്ത് വരുമ്പോൾ കുറച്ച് വലുതായിരിക്കും. ഇത് രാവിലെ കുറച്ച് കറുകപ്പട്ട പറിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിലാണ് പോണത്. അവിടെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കറുകപ്പട്ട ഉണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുകപ്പട്ട തീർന്ന് അവിടെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ മരമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, വേണ്ടത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെയിലാവണതിന് മുന്നേ പോയിട്ട് കുറച്ച് കറുകപ്പട്ട എടുത്തിട്ട് വരാമെന്ന്. വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പോയിട്ട് നമുക്ക് കുറച്ച് കറുകപ്പട്ട എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കറുകപ്പട്ട എടുക്കാനായിട്ട് വന്നു കേട്ടോ. ഇതാ കറുകപ്പട്ടയുടെ വലിയൊരു മരമാണ് ഇത്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു കമ്പുണ്ട് ഇവിടെ. ഇതിന് ഇലയും കൊണ്ടുപോയാൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഇടുന്ന സമയത്ത് ഈ ഇല ഇടാറുണ്ട് കറുകപ്പട്ടയുടെ. അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു മരം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് സാധാരണ ചെത്തിയെടുക്കുക. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് പറ്റില്ല. വേറെ ശിഖരങ്ങളോ കാര്യങ്ങളൊന്നും ഈ സൈഡിൽ എവിടെ ഇല്ല. പിന്നെ മുകളിലായിട്ട് ആ ശിഖരങ്ങളൊക്കെ ഉള്ളത് ചവിട്ടി കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കമ്പൊന്നും ചെത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തടിയിൽ നിന്നും കുറച്ച് തോല് ചെത്തിയെടുക്കുന്നുണ്ടേ. ഒരു കമ്പുണ്ടായിരുന്നു കേട്ടോ ഈ താഴ്ഭാഗത്തായിട്ട്, അത് ഒടിഞ്ഞു വന്നതാണേ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയത് അപ്പോഴത്തേക്ക് അത് ഒടിഞ്ഞു വന്നു. അപ്പോൾ നമ്മളിത് എന്തായാലും മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് അതിന് പുറമേയുള്ള തോലൊക്കെ ചിരണ്ടി വൃത്തിയാക്കി നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. വെട്ടിയെടുക്കട്ടെ. ഇടയിലുള്ള ചെറിയ കമ്പുകളൊക്കെ കളയുവാണേ. നമ്മളോട് കറുകപ്പട്ടയും അതുപോലെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ ഇരുമ്പപ്പുളി, ഇങ്ങനത്തെയൊക്കെ അയച്ചു തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചാൽ നമ്മൾ കുറേശ്ശെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ അടുത്ത്. നീലക്കാച്ചിലിൻ്റെ വിത്ത്. പക്ഷെ നമ്മൾ അങ്ങനെ അയച്ചൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കൊരു ഇച്ചിരിയായിട്ട് ഒരുപാട് പേര് ചോദിക്കലുമുണ്ട്, നമുക്കത് കൊടുക്കാൻ പറ്റാറില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയും എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കുഞ്ഞും പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പണിക്കാരും കാര്യങ്ങളും ഒരുപാട്, നമുക്ക് എന്താ പറയുക, നല്ല തിരക്കാണ്. ഉണ്ണേട്ടനാണെങ്കിലും ഉണ്ണേട്ടൻ്റെ സമയം വർക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുത്ത് തരലും കുഞ്ഞിൻ്റെ കാര്യം വീട്ടിലത്തെ കാര്യം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളും പോകുന്നത് കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒരു ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റും അത്രയും നന്നായിട്ട് എടുക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അതിനനുസരിച്ച് സമയവും എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളിനി പുതിയൊരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് നോക്കാം എത്രത്തോളം നടക്കുന്ന അറിയില്ല. പറ്റുവാണെങ്കിൽ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു ഇത്രയുള്ളൊരു കഷ്ണമായിട്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് അത് റെഡിയാക്കി എടുക്കാം. കറുകപ്പട്ടയുടെ ഇല കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് ഈ ചിക്കൻ കറി വെക്കുന്ന സമയത്തും ഇറച്ചി എന്ത് കറി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന സമയത്ത് ഒരു ഇലയൊക്കെ ഇട്ടാലും രസമാണ്. അതിൻ്റെ ഒരു മണം. അതിൻ്റെ കുറച്ച് നല്ല ഇലകൾ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ സർവ്വസുഗന്ധിയുടെ ഇല, കറുകപ്പട്ടയുടെ ഇല, അതുപോലെ തന്നെ എടന ഇല, ഇതൊക്കെ ഒന്നാണോ, അതായത് വേറെ വേറെ ഇലയാണോ എന്ന്. ഇത് മൂന്ന് ഇലയാട്ടോ. സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇലയായിരിക്കും. നമ്മുടെ കറുകപ്പട്ടയുടെ ഇല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലുപ്പം ഉണ്ടാവും. എടന ഇല എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് ആ കുമ്പിള് അതേപോലെ ആക്കിയിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കറുകപ്പട്ടയുടെ ഇല അതിൻ്റെ അത്ര വലുപ്പം വരാറില്ല. മൂന്നില മണത്തിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കറുകപ്പട്ടയുടെ ഇലയും നമ്മുടെ എടനയിലയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. കറുകപ്പട്ട എന്ന് പറയുമ്പോൾ കറുകപ്പട്ടയുടെ ചെറിയൊരു മണം ഉണ്ടാവും ഈ ഇലയ്ക്ക്. സർവ്വസുഗന്ധി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള മണവും കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മണമായിട്ട് തോന്നുന്നു. ഇതൊരു മസാല മണം പോലത്തെ മണമല്ലേ, കുറച്ചൊരു ഫ്രഷ് മണം പോലെ തോന്നി. എനിക്കിഷ്ടം എടനയുടെ മണമാണ് കേട്ടോ കൂടുതലും. കുറച്ച് നല്ല ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോകും. ഈ മരത്തുനിന്ന് ഒരു ഇച്ചിരി എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചാൽ അത് മാത്രം മതി വന്നില്ല. അപ്പം കുറച്ച് മരത്തുനിന്ന് എടുക്കാവേ. ഇതിൻ്റെ പുറമേ ഉള്ള ഒരു പായലൊക്കെ ഉണ്ടാവുമല്ലോ, മരത്തിൻ്റെ പായലും കുറച്ച് അഴുക്ക് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ചിരണ്ടി കളയുന്നുണ്ട് ആദ്യം. എന്നിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് പിന്നെ ചെത്തിയെടുക്കുക കേട്ടോ. ഉണ്ണിയേട്ടനിതേ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളെപ്പോഴും ചെത്തിയെടുക്കുക. അങ്ങനെ ആക്കാണ്ട് ഒറ്റ പീസായിട്ട് ചെത്തിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. വരഞ്ഞ് നീളത്തിൽ ഒരു ഒറ്റ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ഉണക്കാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ അതേപോലെ ഒരു രസമല്ലേ കാണാൻ കറുകപ്പട്ടയുടെ. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെത്തിയെടുത്ത പീസാണ് ഇത്. ഓക്കെ, ഒറ്റ പീസായിട്ട് അങ്ങനെ എടുത്ത് കറുകപ്പട്ട. ഇത് മണ ഒരു മധുരം കഴിഞ്ഞാൽ പിന്നെ ഒരു എരിവും. നമ്മൾ ഈ കമ്പും ഇലയൊക്കെ ആയിട്ട് ഇനി പോവാം കേട്ടോ. അപ്പോൾ പോട്ടെ കേട്ടോ, നമുക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. കറുകപ്പട്ടയുടെ കമ്പും കോലും ഇലയും എല്ലാം എടുത്തിട്ടുണ്ട്. പോവുകയാണേ. നമ്മൾ 2-3 ക്യാബേജ് കൊണ്ടുപോകാനായിട്ട് വന്നതാണേ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളവിടെ കൃഷി ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ക്യാബേജ് ഗ്രോ ബാഗിലായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. കുറച്ച് ക്യാബേജൊക്കെ ആയിട്ടുണ്ട്. അത് കെട്ടിക്കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തനിയെ ഇല കൂടി വന്നേക്കുന്ന, വളമൊന്നും ചേർക്കാത്ത, ജൈവവളം മാത്രം ചേർത്ത് കൃഷി ചെയ്ത ക്യാബേജാണേ. നമ്മൾ അന്ന് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുതന്ന ക്യാബേജ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്ന് പറിച്ചെടുക്കാനായിട്ട് വന്നതാണേ. കണ്ടോ, നല്ല പച്ച കളർ ഇലയുള്ള ക്യാബേജ്. തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലാകുമ്പോൾ കളർ വ്യത്യാസം വരും കേട്ടോ. ശരി, ഇനി നമ്മൾ 3 ക്യാബേജ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അണ്ണന് ക്യാബേജ് നല്ല ഇഷ്ടം. എപ്പോഴും വരുമ്പോൾ കുറേ ക്യാബേജൊക്കെ വാങ്ങും കേട്ടോ. അത് ഈ മരുന്നൊക്കെ അടിക്കുന്ന ക്യാബേജല്ലേ ഇത്. പക്ഷേ നല്ല ഫ്രഷ് ക്യാബേജാണ്, വേറെ വളങ്ങളും രാസവളവും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് 2 അണ്ണന് കൊടുക്കണം. പിന്നെ ഒന്ന് നമുക്ക് തോരൻ വെക്കാനും. കഴിക്കാൻ പോവുകയാണേ. പുട്ടും പഴവും പപ്പടവും പഞ്ചസാരയാണ് രാവിലെ കഴിക്കാനായിട്ട്. കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ടാട്ടോ പോയേ രാവിലെ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കിയായിരുന്നു. റോബസ്റ്റുവിനും ഒരു വലിയ കൊല കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൽ കുറച്ച് വീട്ടിൽ കൊടുത്തായിരുന്നു പല്ലിയറയിൽ. പിന്നെ ഉണ്ടായിരുന്നപ്പോൾ പഴുത്ത് വരുന്നു. അപ്പോൾ ആ പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണത്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന എടനയുടെ മരം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ഒരു മരം. ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മൾ വെട്ടി വിടുന്നതാണ്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ അടുക്കള വരുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇത് മറിഞ്ഞു. ഇവിടെ ഇല കണ്ടോ, കുറച്ചുകൂടെ വലുതാട്ടോ. നമ്മൾ ഈ കറുകപ്പട്ടയുടെ തോല് പുറമേയുള്ള ഈ ഭാഗം അങ്ങ് ചിരണ്ടി കളയുക കേട്ടോ. കണ്ടോ, നല്ല കളർ വെക്കും. ശരിക്കും ഇത് ചിരണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് കഴിക്കാം. നമ്മൾ മരത്തുനിന്ന് ചെത്തിയെടുക്കുമ്പോഴേ ഭയങ്കര കട്ടിക്ക് പായലൊക്കെ ഉണ്ടാവില്ലേ, അതാട്ടോ സാധാരണ ചിരണ്ടി ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കുക. ഇതങ്ങനെ കളയലില്ല. ഇനി തോല് കളഞ്ഞാൽ മണം പോവോ. ഒരു വിധം നമുക്കങ്ങ് ചിരണ്ടി വൃത്തിയാക്കിയിട്ട് പീസാക്കി മുറിച്ചെടുക്കാവേ. നമ്മൾ ഒരെണ്ണം നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്, തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ പിഞ്ച, അതങ്ങനെ ഒരുപാട് ചിരണ്ടി കളയാനായിട്ട് തോലില്ല, കട്ടിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയുള്ള അടിഭാഗം അത് നന്നായിട്ട് ചിരണ്ടിയിട്ടുണ്ട്. മുറിക്കാതെ എടുക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ.
കുറേ പണി കുറവുണ്ടല്ലോ. മുറിക്കാൻ നിന്നാൽ ഒരുപാട് നേരം സമയം പോകും. ഒരു കത്തി എടുത്തിട്ട് പയ്യതൊന്ന് ഉള്ളിൽ കൂടെ ഇട്ട് പൊളിച്ചെടുക്കുവാണേ. പൊട്ടാതെ എടുക്കാൻ പറ്റുമോ എന്നാണ് ഈ നോക്കുന്നത്. നമുക്ക് വാങ്ങാൻ കിട്ടുക അങ്ങനെയല്ലേ, നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ എടുക്കുന്നത്. മരത്തിൽ നിന്ന് അങ്ങ് ചെത്തി എടുക്കുവാട്ടോ ചെയ്യാം. ഞങ്ങൾക്ക് കമ്പും കൂടെ കിട്ടിയതുകൊണ്ട് കൊണ്ടുവന്ന് പൊളിച്ചെടുക്കാൻ പറ്റുമോ നോക്കുവാണേ. റൗണ്ടിലൊന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നടുക്കൂടെ ഒന്നും കൂടെ ക്രോസ് ഒരു വരയും കൂടെ കൊടുത്തിട്ട് പയ്യെ അതിൻ്റെ ഉള്ളിൽ കൂടെ കത്തിയിട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുണ്ടോ, നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് വല്ല ഇതിൻ്റെ വേറെ കമ്പ് ഒക്കെ വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൊട്ടുന്നുമുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കിട്ടുന്നുണ്ട് പൊട്ടാതെ എടുക്കുമ്പോൾ. ഇതുണ്ട്, ഇവിടെ ഒരു മുട്ടയുണ്ടോ, ആ മുട്ടുള്ള ഭാഗത്ത് കാണിച്ചിരി പാടാം. ഇതൊന്നെടുത്തേ. കറുകപ്പട്ട എല്ലാം ചെത്തിയെടുത്തു കേട്ടോ. ഇതിൻ്റെ താഴെ ഇലയുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കറുകപ്പട്ട കണ്ടോ, ഇത് നന്നായിട്ട് ചെത്തിയെടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, ഇതൊക്കെ ഇനി അത് ചെറിയ കട്ടി കുറഞ്ഞത്, ഇത് അത്യാവശ്യം കട്ടിയുള്ളത്. ഇതൊക്കെ ഇനി ഉണങ്ങി വരുമ്പോൾ അതേപോലെ ചുരുണ്ട് വരുമായിരിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. വെയിലത്തിട്ട് ഇടാട്ടോ. വെയിൽ നല്ല കുറവ്, ഇടയ്ക്ക് പോയി വന്നൊക്കെ നിൽപ്പുണ്ട്, മഴക്കാറുമുണ്ട്. ഇനി വെയിൽ വരുമെന്നൊന്നും അറിയത്തില്ല, കുഴപ്പമില്ല, വേഗം ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആ കട്ടിയുള്ളത് മാത്രം ചിലപ്പോൾ ഉണങ്ങാൻ താമസം ഉണ്ടാവും, ബാക്കിയൊക്കെ വേഗം ഉണങ്ങി കിട്ടും. കറുകപ്പെട്ട ഇതേ ഇലയും എല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ. എത്ര സമയം എടുക്കുന്നതെന്ന് ഉണങ്ങി കിട്ടാമെന്ന് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും, വെയിൽ ഇല്ലാത്തതുകൊണ്ടേ. ഇന്നെന്തായാലും ഉണങ്ങത്തില്ല. ഇന്നിപ്പോൾ തീരെ വെയിൽ പോയിരിക്കുവാണ്. രാവിലെ ഒന്ന് വെയിൽ പോയി, പിന്നെ വന്നു, പിന്നെ പോയി, അങ്ങനെയൊക്കെ നിൽക്കുക. ഇന്ന് കറി ഉച്ചത്തേക്ക് ചക്കക്കുരുമാങ്ങ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ. ചക്കക്കുരു ചുരണ്ടിക്കൊണ്ടിരിക്കുവാണ്. ഒരു ചുരണ്ടി കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പഴുത്തൊന്നും കിട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ. മൂത്ത് വരുന്നതന്നെ ഉള്ളൂ. മുക്കാനും ഏകദേശം ഒന്നായി. നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ എടുക്കാനുള്ളതായിട്ടുണ്ട്. പിന്നെ ചക്കയാണേലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ടുണ്ട്. നമ്മുടെ പറമ്പിലൊന്നും നമ്മുടെ മുറ്റത്തൊന്നും ആയിട്ടില്ല. നമ്മളപ്പുറത്ത് ബൈജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടേ, അവിടെ പോയിട്ട് ചക്ക ഇട്ടിട്ട് വന്നത്. അപ്പം അതിൻ്റെ ചക്കക്കുരുണ്ട്. ചക്കക്കുരും മാങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാബേജ് ഉണ്ടല്ലോ, അത് തോരനും വെക്കാം. പിന്നെ 2 ഉണക്കമീനും കൂടെ വറക്കാം. അപ്പോൾ ഉച്ചത്തേക്ക് ആവശ്യത്തിന് കറിയും തോരനും മീനും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് 4ആയിട്ട് മുറിച്ചിട്ടിത് വേവിക്കാൻ വെക്കട്ടെ. നമ്മുടെ ഇവിടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് വെക്കലുള്ളൂ. അപ്പം നമ്മൾ ചെമ്മീനൊന്നും ഇടുന്നില്ല. ചെമ്മീനിടാതെ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കാൻ പോവുകയാണ്. ചക്കക്കുരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേഗം വെന്തിട്ടില്ല. അപ്പോൾ സമയം കുറച്ച് പോയി. അമ്മ മീൻ പൊളിച്ച്, ഉണക്കമീൻ പൊളിച്ചിട്ട് വെള്ളത്തിലിടാൻ പോയപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലാക്കിയിട്ടിടുക, അല്ലെങ്കിൽ ഉപ്പ് പോകത്തില്ല. ഇത്രയും സമയം വൈകിട്ടിടുന്നതുകൊണ്ട് മീൻ വരുന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരമായിട്ട് അമ്മ മീൻ നോക്കി നിൽക്കുമായിരുന്നു. മീൻകാരനൊന്നും വന്നില്ല. ചക്കക്കുരു കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഇനി അരപ്പോട് ചേർക്കുകയാണ്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് കാന്താരി, ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ടാട്ടോ വേവിച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇറക്കി വെച്ചു. പിന്നെ നമ്മളതിലൂടെ കടുകും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ചക്കക്കുരു മാങ്ങയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കടുക് വറുത്ത് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കടുക് വറുത്ത് ചെറിയുള്ളിയും ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കുവാണേ. മീനൊന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് ചെറുതായിട്ട് ഉപ്പ് കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഉണക്കമീൻ അതിലിട്ട് വെക്കും. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് ഉപ്പ് പോകും കേട്ടോ. എന്നാൽ നന്നായിട്ട് പോകത്തൊന്നുമില്ല,
എന്നാലും ഒരുവിധം നമുക്ക് കഴിക്കാം. ഒരു അതിന് ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ കറി മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ, കടുക് വറുത്ത ചട്ടിയിൽ തന്നെ മീനും കൂടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കി ഉണക്കമീനും കൂടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ക്യാബേജ് ഒന്ന് അരിയാനായിട്ട് പോവാം കേട്ടോ. ഇതിൽ നിന്നൊരു ക്യാബേജ് എടുത്തിട്ട് തോരൻ വെക്കുവാണെങ്കിൽ പുറമേ ഉള്ള 2-3 പുറമേ ഉള്ളതൊന്ന് കളയുന്നുണ്ട്. തോല ഇച്ചിരി മണ്ണും ചെളിയൊക്കെ ആയിട്ടുള്ളതാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ ഉള്ളിലേക്കുള്ളത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ക്യാബേജ് തോരൻ വെക്കാൻ പോവാണേ. കടുക് വറുത്തു. നമ്മൾ ചോപ്പ് ചെയ്തെല്ലാം ഇടുവാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് അരച്ച് വെക്കാനായിട്ട് പോവുകയാണ്. മുളക്, സവാള, ക്യാബേജ്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത്. തോരനായിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാനായിട്ട് പോവുക. കഴിക്കാനെടുത്തു കേട്ടോ. കുറച്ച് നെല്ലിക്കച്ചാറ്, പിന്നെ നെല്ലിക്ക 2-3 അധികം എടുത്തിട്ടുണ്ട്. ചക്കക്കുരുമാങ്ങ കറി വെച്ചത്, ക്യാബേജ് തോരൻ, ഉണക്കമീൻ വറുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. കഴിക്കാൻ പോവാം കേട്ടോ. അരിനെല്ലിക്കയിൽ ഇപ്പോൾ നന്നായിട്ട് എരിവും പിന്നെ നമ്മൾ ഇട്ട പൊടികൾ കായവും ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ. ഇനി നമ്മൾ അന്ന് ഇട്ട് വെച്ച അരിഷ്ടമില്ലേ, ഒരുപാട് നാളായിട്ടോ. എന്ന് വെച്ചാൽ ഈ അരിഷ്ടം ഇടുന്നതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല, പക്ഷേ അരിഷ്ടം ഏകദേശം ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഷ്ടം എടുക്കാനായിട്ട് പോവുകയാണ്. അന്ന് മരുന്നൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ കളറിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ മരുന്ന് പൊടിയല്ല ഇട്ട് വെച്ചത്. 2 പാത്രത്തിലും നമ്മൾ പഞ്ചസാരയും പിന്നെ ചാമ്പയ്ക്കയും മരുന്ന് പൊടി, ഈ ഒരു അങ്ങാടി മരുന്നുണ്ട് നമ്മൾ ഈ അരിഷ്ടത്തിലേക്ക് ഇടുന്നത്, അതും ആട്ടോ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അരിഷ്ടം ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇടുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. അപ്പോൾ എന്തായാലും ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ തുണി കൊണ്ട് നന്നായിട്ട് അരിക്കണം. നമ്മൾ മരുന്ന് പൊടി അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയ പൊടി പൊടിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാം ഗ്രാമ്പൂ, കറുകപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിക്കാതെയായിരുന്നു നമ്മൾ നെല്ലിക്കയിലൊക്കെ ഇട്ട്. ഇതിൽ പൊടിച്ചായതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം ഒരു തുണി വെച്ചിട്ട്. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. ഇത് വലിയ കുപ്പിയെടുത്ത് വലിയ കുപ്പിയിലുള്ളത് ഒഴിച്ചെടുക്കുക കേട്ടോ. എത്ര ലിറ്റർ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇത് പുറത്തേക്കൊക്കെ തെളിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചാൽ പിന്നെ പുറത്തേക്കൊന്നും പോകത്തില്ല. കുറച്ച് നേരം വെക്കണമെന്ന് മാത്രം, നൂറി വരാനായിട്ട്. പക്ഷെ തെറിച്ച് പോകത്തില്ല. അരിഷ്ടം നന്നായിട്ടൊന്ന് തുണി വെച്ചും കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഷ്ടം ഒഴിച്ച് വെക്കുന്ന കുപ്പികളുണ്ട്, അതിൽ ഒഴിച്ച് വെക്കുവാണേ. നെല്ലിക്കരിഷ്ടം ഉണ്ടായിരുന്നൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ കുപ്പികൾ തന്നെയാണ് ഇത്. ഇത് നമ്മൾ കോർക്കിട്ട് അടച്ച് വെക്കുവാണേ, എന്നാലേ കാറ്റ് കയറാതിരിക്കത്തുള്ളൂ. മറ്റത് പിന്നെ ഈ അടപ്പത്ര ഉറപ്പില്ല. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുടിച്ച് നോക്കിയില്ല ഇതുവരെ. ഇത്രയൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കുകയൊക്കെ ചെയ്യും. വയറിലുള്ളതൊക്കെ ദഹിച്ചു പോകും.
ചെറിയ തരിപ്പൊക്കെ ഉണ്ട്. ലഹരിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു തരിപ്പ്. അങ്ങനെ അത്യാവശ്യം മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്, പിന്നെ ആ മരുന്നിൻ്റെ ഒരു മണമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും കുടിക്കപ്പോഴാണെന്നറിയോ, ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ദഹനക്കേടോ വയറിന് നല്ല ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെയുള്ള സമയത്താട്ടോ കൂടുതൽ ഇത് കുടിക്കുക. പിന്നെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇച്ചിരി കൊടുക്കും. പിന്നെ ആർക്കെങ്കിലൊക്കെ നമ്മൾ കൊടുക്കും, അടുത്തുള്ളവർക്കൊക്കെ. ഒരിഷ്ടം വേഗം തീരും കേട്ടോ, അത് അധികമൊന്നും നാളുണ്ടാവില്ല. സംഭവം കൊള്ളാം. നമ്മളിനിയും നെറ്റ് കിട്ടുന്നില്ല കേട്ടോ, അതൊന്ന് പോയി നോക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഒരു സെറ്റപ്പാണ്. ഇതെല്ലാം എടുത്ത് കൊണ്ട് വെക്കട്ടെ, എടുത്ത് മുകളിൽ വെക്കട്ടെ. കുറച്ച് അടപ്പ് ഒരുപാട് ടൈറ്റാക്കി വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഗ്യാസ് വരാൻ സാധ്യത. ഈ ചാമ്പങ്ങയ്ക്ക് അങ്ങനെ വരാറുണ്ട്, നെല്ലിക്കയ്ക്ക് അത്ര പ്രശ്നമില്ല. എൻ്റെ തലയിൽ എന്താ തട്ടുന്നത്, കമ്പ്. ഇത് കൊണ്ടുവെക്കട്ടെ. നമ്മുടെ ഇവിടെ നെറ്റ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ടോ. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, നമുക്കൊരു വാട്സപ്പിലൊരു മെസ്സേജ് വരുപോലും ഇല്ല. നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിലായിട്ടൊരു വലിയ മലയുണ്ട്, ആ ഭാഗത്ത് ടവറുണ്ട്, അവിടെ ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും നെറ്റ് കിട്ടും. നമുക്കിവിടെ കോള് വരാൻ പോലും ബുദ്ധിമുട്ടാണ് കേട്ടോ. കോള് വരാൻ പറഞ്ഞാൽ അങ്ങനെ കണക്റ്റ് ആവില്ല, വിളിച്ചാൽ കിട്ടില്ല. നമ്മൾ പരിധിക്ക് പുറത്താന്നൊക്കെ പറയാം, എപ്പോഴും വിളിച്ചാലൊന്നും കിട്ടത്തില്ല. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കാറിലാന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലോ മലയിലൊക്കെ പോയി നോക്കും, എന്നാലും അപ്ലോഡ് ആവുമൊന്നുമില്ല കേട്ടോ. ഈ ഷോർട്ട് വീഡിയോ പോലും അപ്ലോഡ് ആവത്തില്ല. പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇത്ര നെറ്റിൻ്റെ റീചാർജ് ചെയ്താലും ആ നെറ്റൊക്കെ തീർന്നു പോകും, എന്നാലും അപ്ലോഡ് ആവത്തില്ലായിരുന്നു വീഡിയോ ഒക്കെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഈ മാവിൻ്റെ മുകളിലൊരു ഫോണ് കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടിട്ട് അതിൽ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ അപ്ലോഡ് ആവില്ല, വീഡിയോ അപ്ലോഡ് ആവുമൊന്നുമില്ല. എന്നാൽ മെസ്സേജെങ്കിലും വരും, വാട്സപ്പിൽ മെസ്സേജെങ്കിലും വരും. വീഡിയോ ഒന്നും പ്ലേ ആവോ, യൂട്യൂബിൽ കയറാൻ പറ്റുമോ, അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. അതെന്തെങ്കിലും മെസ്സേജൊക്കെ അയച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പോത്രേനെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കാലം അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. ഒരു ഫോൺ റീചാർജ് ചെയ്തിട്ട് നമ്മുടെ ഈ ഏർമാടത്തിൻ്റെ അതിനെക്കാട്ടിലും ഹൈറ്റിലായിട്ട് ഒരു മരത്തിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡെലിവറി ആയി കഴിഞ്ഞ സമയത്ത്, അനുവിൻ്റെ ഡെലിവറി ആയി കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് ഈ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതിന് മുന്നേ തന്നെ ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലെ കേബിള്, നമ്മൾ കുറേ വീട്ടുകാരൊക്കെ കൂടി ആ സമയത്ത് കേബിൾ ഇതിലെടുത്തിട്ടുണ്ടായിരുന്നു. കേബിളാണെങ്കിലും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. മിക്കവാറും സമയത്ത് നെറ്റ് കിട്ടില്ല, എപ്പോഴാണ് നെറ്റ് പോകാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ റീചാർജ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റീചാർജ് ചെയ്തുള്ളൂ കേട്ടോ. നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. കേബിള് അവർ തന്നെ റീചാർജ് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം നമ്മൾ ആ സമയത്താണ് ജിയോ ഫൈബർ ഇവിടെയൊക്കെ വന്നു തുടങ്ങിയത്. ജിയോ ഫൈബർ വെക്കണമെങ്കിൽ 5G വേണം എന്തായാലും. അപ്പോൾ 100 മീറ്റർ വരെ അതിൻ്റെ കേബിളുണ്ട്, ഔട്ട്ഡോർ യൂണിറ്റ്. 100 മീറ്റർ വരെ ഏതെങ്കിലും പരിധിയിൽ കൊണ്ട് വെച്ചാൽ മതി. നമ്മളിവിടെയൊക്കെ വെച്ച് നോക്കിയിട്ടോ, ഏർമാടത്തിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കി, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. അവസാനം ഞങ്ങൾ ഇവിടെ അടുത്തൊരു മരമുണ്ട് കേട്ടോ, അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു, എന്നിട്ട് അവിടെയും കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ, മലയുടെ മുകളിലൊരു മരമുണ്ട്, അതിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് നമ്മളിപ്പം നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്, സ്പീഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, നല്ല സ്പീഡ് കുറഞ്ഞു വീണ്ടും. 3-4 ദിവസമായിട്ട് സ്പീഡ് തീരെയില്ല. TV ഒക്കെ നമ്മൾ വേറെ ഡിഷും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇപ്പോൾ അതിൽ നിന്നാക്കിയിട്ട് എന്തായാലും അത് റീചാർജ് ചെയ്യണം. അപ്പോൾ അമ്മയുടെ ഫോണ്, നെറ്റ് നമ്മൾ റീചാർജ് ചെയ്യുന്ന കുറച്ച് ചെയ്തിട്ട് പിന്നെ എല്ലാം നെറ്റ് എടുക്കുന്ന ഇതെന്ന് കേട്ടോ. TVയും പിന്നെ ഡിഷൊന്നുമില്ല, TVയിലോട്ടുള്ള കണക്ഷൻ ഇതെന്ന് തന്നെയാണ്. ഇതാണെങ്കിൽ കുറച്ച് നമുക്ക് കുഴപ്പമില്ലാത്ത സ്പീഡിലും ഉണ്ട്, കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ TV കറങ്ങിക്കൊണ്ട് നിൽക്കുക, നെറ്റ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ആ മരത്തിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ ഒന്ന് പൊക്കി വെക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മലയിലോട്ടൊന്ന് കയറി പോവുക. നമുക്ക് ഡൗൺലോഡ് കിട്ടുന്ന 9 Mbps, അപ്ലോഡ് 39 പക്ഷെ അപ്ലോഡ് 39 കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്യണം 9 Mbps ഉള്ളതൊന്നും തീരെ കുറവാണിപ്പോൾ. അപ്പോൾ ഒന്ന് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് ഒന്ന് പൊക്കി വെച്ച് നോക്കട്ടെ കുറച്ചുകൂടെ. നല്ല രസമായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്, ഒരുപാട് മലകളും കുന്നും ഒക്കെ കാണാനായിട്ട് പറ്റും. ഒരുപാട് സ്ഥലം കാണാവേ, നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള, പിന്നെ വേറെ മരങ്ങളൊന്നും ഒരുപാടില്ല ഇവിടെ, അതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞ് പുല്ലൊക്കെ കാടൊക്കെ വെട്ടിയിട്ട് വളർന്നു വരുമ്പോൾ അത് ഇവിടെ നല്ല രസമായിട്ടുണ്ട്, ഒരു പച്ചപ്പ് മൊത്തത്തിൽ. നമ്മുടെ ടവർ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ചെറുതായിട്ട് അതിൻ്റെ തുമ്പ് മാത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ടവർ. ആ ടവറിൽ നിന്നാണ് നമുക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നത് കേട്ടോ. അത് അത്രയും ഇച്ചിരി ആ മലയുടെ മുകളിലോട്ട് അതുള്ളൂ, അതുകൊണ്ട് നമുക്കിവിടെ ഒരു ചെറുതായിട്ട് നെറ്റ് കിട്ടത്തുള്ളൂ, അതും ജിയോയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളേ. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എയർടെൽ,
അങ്ങനെ ഉള്ളതിൻ്റെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ആകെ ഇച്ചിരിയേലും നെറ്റ് കിട്ടുന്ന ജിയോടെ മാത്രമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെ കയ്യിലും ജിയോ സിമ്മുമാണ് നമ്മുടെ വീട്ടിലൊക്കെ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇതുണ്ട്, ഈ ഫ്രണ്ടിലൊരു കുന്നുണ്ട്. ആ കുന്ന് കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ആ കുന്ന് കഴിയും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വീടുകൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയും കിട്ടും. പിന്നെ അതേപോലെ ഈ കുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വേറെ ജോയിൻ ചെയ്ത് വേറെ അടുത്തൊരു മല സ്റ്റാർട്ട് ചെയ്യുക. സിന്ധു ചേച്ചിയുടെ വീടിൻ്റെ അപ്പുറം. സിന്ധു ചേച്ചിയുടെ വീട്ടിലും കുഴപ്പമില്ലാതെ ഇച്ചിരിയേലും കിട്ടും കേട്ടോ. കറങ്ങിയാണെങ്കിലും വീഡിയോ പ്ലേ ആവും. അതിൻ്റെ മുകളിലാണെങ്കിൽ 4G ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ 5G കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഉണ്ണിയേട്ടൻ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഭയങ്കര കാടായിരുന്നു കേട്ടോ ഇവിടെ. ഭയങ്കര കാടെന്ന് പറഞ്ഞാൽ കൊടും കാടായിരുന്നു. നമുക്ക് ഇങ്ങോട്ടൊന്ന് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെക്കാട്ടിൽ ഹൈറ്റിൽ കാടും പന്നിയും മാനും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷെ കാടൊക്കെ വെട്ടി തെളിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, പന്നിയൊക്കെ പോയി. പിന്നെ ഇങ്ങനെ ഒരുപാട് കാടാണെങ്കിൽ പന്നിക്കൊക്കെ പ്രസവിച്ച് കിടക്കാൻ അടിപൊളി സ്ഥലമാണ്. അടിയിൽ കഴിഞ്ഞ വർഷത്തേക്ക് പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ബെഡ് പോലെ ഉണ്ടാവും. മുകളിൽ അതിൻ്റെ മുകളിൽ പുല്ലൊക്കെ നല്ല ഹൈറ്റിൽ വളർന്ന് നിൽക്കുമ്പോൾ വെയിലും അടിക്കില്ല, നല്ല തണുപ്പുമായിരിക്കും. പന്നികളൊക്കെ വന്ന് പ്രസവിക്കുന്ന സ്ഥലമാട്ടോ ഇങ്ങനത്തെ പുല്ലുള്ള സ്ഥലങ്ങൾ. കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയപ്പോൾ പറമ്പിൽ വേറെ ഇവിടെ കൃഷികളൊന്നുമില്ല. പൊതുവേ ഇവിടെ ഒരു കാറ്റ് പിടിക്കുന്ന സ്ഥലം, അതുകൊണ്ട് ഇവിടെ പൊതുവേ അങ്ങനെ വലിയ കൃഷികളൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും ഇതിങ്ങനെ കുറച്ച് ചെരുവ് പോലെ അങ്ങോട്ട് സ്ഥലം. പിന്നെ മുകളിലോട്ട് കയറി നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അണ്ടേ തലയിൽ കൂടി ഇടരുതേ. നമുക്ക് കുറച്ച് 10 മണി ചെടികളെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അയച്ചു തന്നത്. കുറേ 10 മണി ചെടികളുണ്ട് കേട്ടോ. അതിങ്ങനെ ഓരോ ബാൻഡിലിട്ടിട്ട് ഒന്നിൻ്റെ തന്നെ 4-5 ചെടികളായിട്ടുള്ള കുറേ വ്യത്യസ്തമായ പൂക്കളാണ്. കുറച്ചധികം തന്നെ കുറച്ച് ദിവസമായിട്ട് അത് അയച്ചു തന്നിട്ടും നമുക്ക് ആ വിഷുവിൻ്റെ സമയത്ത് കുഞ്ഞിന് വയ്യാതെ ആക്സിഡൻ്റ് അതിൻ്റെ ഇടയിലാണ് കേട്ടോ അയച്ചു തന്നിരുന്നത്. ഇത് കിട്ടിയ സമയത്തായിരുന്നു, അന്ന് വൈകുന്നേരം തന്നെ ആക്സിഡൻ്റ് ആയത്. പിന്നെ നമ്മളിത് ഒന്നും ചെയ്തില്ല. ഞാനതെടുത്തൊരു വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. ഇത്രയും ദിവസമായിട്ടും വാടിയിട്ടൊന്നുമില്ല. വെള്ളത്തിൽ കിടന്നതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ചെറിയൊരു ചീച്ചിൽ പോലെ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൂക്കുന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് വെള്ളത്തിൽ നിന്നിട്ട്. കുറേ ചെടികളുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് നടാം കേട്ടോ. നമ്മുടെ ആ സൈഡിലായിട്ട് നമ്മൾ കട്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവിടെ നടാമെന്ന് ഞാൻ 10 മണി നടാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊരു എൻ്റെ ചേച്ചിയോട് ചോദിച്ചത് ഇങ്ങനെ 10 മണി ചെടി അയച്ചു തരട്ടെ എന്ന്. അപ്പോൾ ഞാൻ പിന്നെ അയച്ചു തന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയച്ചു തന്നാണേ. ഞാനിങ്ങനെ വിചാരിച്ച സമയത്തായിരുന്നു കറക്റ്റ് അവിടെ എന്തെങ്കിലും അങ്ങനെ നട്ടുകൊടുത്ത സൈഡ് വഴി എങ്ങനെ നട്ടുകൊടുത്ത് നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ചേച്ചി ചോദിച്ചത്. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും 10 മണികൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ. നമുക്കത് അവിടെ നടാം. ഇവിടെ ഞാനേ കുറച്ച് ചുമന്ന ഇലകൾ ഇങ്ങനെ കൊണ്ടുപോയി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അന്നിങ്ങനെ ഒടിച്ച സമയത്ത് വെറുതെ കുത്തി നോക്കിയതാണ്. പക്ഷെ അത് ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ചെടികളൊന്നും വലുതായി വരത്തില്ല, നല്ല വലിയല്ലേ. നമ്മുടെ വഴിയിൽ അന്ന് നട്ടതിൻ്റെ ഇടയിൽ കൂടെ ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ചാലും പിടിച്ച് വരും. മണ്ണിന് അത്യാവശ്യം നനവുമുണ്ട്. വേരോടുകൂടി തന്നെ ആട്ടെ കിട്ടുന്നത്. പിന്നെ കുറച്ച് ചെറിയൊരു വേരുണ്ടായാൽ മതി, അതങ്ങ് പിടിച്ച് വന്നോളും. നമ്മളിവിടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെന്നേലൊക്കെ വാങ്ങിയിട്ട് വന്ന ചെടികളൊക്കെ ഒരുപാട് സൈസിലുള്ള ചെടികൾ വേഗം വാടിപ്പോകാതിരിക്കാനും ഈ വേനലൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത് ഈ കളറുള്ള ഇലയൊക്കെ കണ്ടോ. ഈ വേനലൊക്കെ ആയ സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ വാടിപ്പോകുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷെയ്ഡും കിട്ടും. എന്നാൽ മണ്ണൊക്കെ ഇളക്കി പുതിയതായിട്ട് നമ്മൾ മണ്ണിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല വളമുള്ള മണ്ണും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അതൊക്കെ നമുക്കിനി അത്യാവശ്യം എല്ലാം വളർന്നു വരുമ്പോൾ അതൊക്കെ ഒരു ഓർഡറിലാക്കിയിട്ട് നടന്നുണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ട് 3 തെച്ചിയാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ തെച്ചി ഇവിടെ നന്നായിട്ട് വളരാനായിട്ടാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഡാലികയും വാങ്ങിയ സാധനങ്ങളും അങ്ങനെ വിത്തും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ പുറകിൽ നിൽക്കുന്ന ഒരു ഇലച്ചെടി കണ്ടോ, അത് പറിച്ച് മാറ്റും കേട്ടോ. നമ്മൾ നേരെ അപ്പുറത്തുള്ള മാവിൻ്റെ ചുവട്ടിലോട്ട് അത് വെക്കും. പിന്നെ ഞാൻ കുറേ ചെണ്ടുമല്ലികൾ പാകിയിട്ടുണ്ട്. പിന്നെ ഒരു ചേമ്പിൻ്റെ ഇല പോലത്തെ ഒരു ഇലയൊക്കെ ഉണ്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട്. അതൊക്കെ ഈ അടുത്ത സമയത്ത് വാങ്ങിയതാണ്. പിന്നെ ഈ ഇലച്ചെടികൾ കണ്ടോ, ഇതിൻ്റെ അടുത്തായിട്ട് വേണം ആ ഇലച്ചെടിയും കൊണ്ട് വെക്കാനായിട്ട്. ഇതൊരു മാവിൻ്റെ ചുവട്ടിലാണ്. അവിടെ പൂക്കളൊന്നും അവിടെ വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ കുരുമുളക് പറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ നാളായിട്ട് കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
കുരുമുളക് വരയ്ക്കൽ ആ പണിയും കഴിഞ്ഞു. ലാസ്റ്റത്തെ കുരുമുളകാണ് ഇത്. അപ്പോൾ ഇതുകൊണ്ട് മെതിക്കാനായിട്ട് പോവുക. എന്നും പറിക്കുന്ന കുരുമുളക് കൊണ്ട് മെതിക്കാറില്ല കേട്ടോ. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് കൊണ്ടുപോയി മെതിക്കലുള്ളൂ. ഇതും കൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിൽ പല്ലിയാറ് വരെ പോകണം. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോകാൻ സമയം കിട്ടില്ല. 2-3 ദിവസം കൂടുമ്പോൾ വൈകുന്നേരം മുളകെല്ലാം കൂടെ ആക്കിയിട്ട് ചാക്ക് എല്ലാം എടുത്ത് കൊണ്ടുപോകലാട്ടോ പതിവ്. ഇവിടെയാണ് മെഷീനുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളക് വേഗം മെതിച്ച് കിട്ടും. ഇത്രയും കുരുമുളക് അല്ലെങ്കിൽ എന്നും മെതിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പിന്നെ മെതിച്ച് അത് ഇടഞ്ഞ് വാരിയെടുത്ത് ഉണക്കാനിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മെഷീൻ ഉള്ളതുകൊണ്ട് ഒരുപാട് കുരുമുളക് തോട്ടങ്ങൾ എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് മെതിക്കും. അല്ലെങ്കിൽ കുറച്ച് മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആട്ടോ മെതിക്കുക. പണ്ട് വീട്ടിൽ നമ്മുടെ പല്ലിയാറ വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തോട്ടങ്ങൾ ഒരുപാട് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മെഷീൻ പോയെടുത്തത്. നമ്മൾ വയനാട്ടിൽ പോയിട്ട് എടുത്താട്ടോ. ഞാനും പോയിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. അച്ഛൻ്റെ നാടാണ് കേട്ടോ വയനാട്. അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് കേട്ടോ വയനാട്. 20-25 വയസ്സ് വരെ വയനാട്ടിൽ തന്നെയായിരുന്നു. സുൽത്താൻ ബത്തേരിയിലൊക്കെ ആയിരുന്നു. അപ്പം അവിടെ അച്ഛൻ്റെ പരിചയത്തിൽ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് ഈ കുരുമുളക് മെതിക്കുന്ന മെഷീൻ എടുത്തത്. ഇതിൽ ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഏകദേശം ഓക്കെ ആയിട്ടുള്ളൊരു സൈസിലുള്ള മെഷീനാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കുരുമുളക് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് അച്ഛനാട്ടോ, എൻ്റെ അച്ഛനാണേ കുരുമുളക് മെതിക്കുന്നത്. കുരുമുളക് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. താഴോട്ടത് അതിൻ്റെ ഉള്ളിലത്തെ തിരി വേറെ മുളക് വേറെ ആയിട്ട് വന്നോളും. പല തരത്തിലുള്ള മെഷീനുണ്ട് കേട്ടോ. ചിലതിലിങ്ങനെ തിരി എല്ലാം പൊട്ടി കുരുമുളകിലോട്ട് വരും. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. തിരി നന്നായിട്ട് പൊക്കോളും, കുരുമുളക് മാത്രമായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് ഉണക്കാനിട്ടാൽ മാത്രം മതി. മെതിക്കുന്ന സമയത്ത് 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എത്രയും വേഗം പണി നടക്കും കേട്ടോ. മെഷീൻ ഓഫാക്കലൊന്നുമില്ല. ഒരാൾ മുളക് വാരി കൊടുക്കുകയും ചെയ്യും, ഒരാൾ മെഷീനിലിടും. അടുത്ത ആൾ വാരുന്ന ആൾ തന്നെയായിരിക്കും മിക്കവാറും ഇത് ചാക്കിലിടുക. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അടുത്ത ആൾ ഈ മെതിച്ച് മണിയായിട്ട് വരുന്ന കുരുമുളകില്ലേ അത് ചാക്കിലോട്ടാക്കുക കേട്ടോ ചെയ്യുക. ഒരു പാത്രത്തിലാണ്. അപ്പോൾ വേഗം നമുക്ക് ഈ പാത്രത്തിൽ അങ്ങനെ പാത്രത്തോടു കൂടി ചാക്കിലോട്ട് ഇട്ട് വെക്കാം. കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കാലുകൊണ്ട് മെതിക്കുവാണെങ്കിൽ പഴുത്ത കുരുമുളകിൻ്റെയൊക്കെ തോല് പോകും കേട്ടോ. പക്ഷേ മെഷീനിലാണെങ്കിൽ തോലൊന്നും പോകത്തില്ല. അങ്ങനെയാകുമ്പോൾ തൂക്കം കുറയില്ല കേട്ടോ. ഇത് രാത്രി കഴിക്കാനായിട്ട് കപ്പയും ചിക്കനുമാണ് കേട്ടോ. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പല്ലിയറിൽ നിന്ന് അണ്ണൻ വന്നിട്ടുണ്ട്. 2 ചേച്ചിമാർ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വല്യമ്മയുടെ മക്കളാണ് കേട്ടോ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയും ചിക്കനും വന്ന് രാത്രിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഇത് അടുപ്പത്തായിട്ടുണ്ട്. കപ്പയിനി പുഴുങ്ങാൻ വെക്കണം. ചെണ്ടൻ കപ്പയാണ്. പല്ലിയറയിൽ നിന്ന് ഒരു ചേച്ചിയുടെ പിള്ളേരും വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് രാത്രി. ഈ ചിക്കൻ ഇളക്കുന്ന ചേച്ചീനെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ചേച്ചീനെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകും. നമ്മൾ പുഴയിൽ പോകില്ലേ മുക്കാലിയിൽ, ആ ചേച്ചിയുടെ വീട്ടിലാട്ടോ പോവാറ്. നമ്മൾ പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ ചക്കക്കുരു, മാങ്ങ കറി, ക്യാബേജ് തോരൻ, അങ്ങനെ എല്ലാം കുറേശ്ശെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി അത്യാവശ്യം നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ സാധാരണ വെക്കുന്ന പോലെയല്ല, കുറച്ച് ചാറോട് കൂടി വെക്കുക. കപ്പയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ട് മടിയാട്ടോ, മാറിയൊക്കെ നിൽക്കുമായിരുന്നേ. പിന്നെ നമ്മൾ വിളമ്പി കൊടുത്തു തുടങ്ങി. കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തേ, അവരൊക്കെ കഴിക്കാനായിട്ടിരുന്നു. പിന്നെ തനുവും യാമിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കഴിക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.